ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് UDF കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പുത്തനങ്ങാടി JB ലോൺസിൽ വെച്ച് നടന്നു. MLA മഞ്ഞളാംകുഴി അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ വിചാരിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകുക. പക്ഷേ അതിഗംഭീരമായിട്ട് തന്നെ മറ്റുള്ള പഞ്ചായത്തുകൾക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അതിനു വേണ്ടി ഒരു ശ്രമമാണ് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് എനിക്ക് വളരെ സന്തോഷം പറയുന്നത്. ഇതിപ്പോ ഈ പാർട്ടികളാണ് ആ സ്ഥാനാർത്ഥി, അപ്പൊ അതവർ നോക്കട്ടെ, ഇത് ഈ മറ്റേ പാർട്ടികളാണ് അവർ നോക്കട്ടെ എന്നല്ല. നമ്മളൊരു UDF നമ്മളൊരു മുന്നണിയാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കൃത്യമായി നമ്മളുടെ സ്ഥാനാർത്ഥിയാണെന്നുള്ള നിലയിൽ നമ്മൾ പ്രവർത്തിക്കണം. എന്നാൽ ഒരു സംസ്ഥാനം ഗംഭീരമായിട്ട് വിജയിക്കാൻ കഴിയും. സ്ഥാനാർത്ഥികൾ 24 ആൾക്കാരാണ്. പക്ഷെ അതല്ല, ഇവരെല്ലാം സ്ഥാനാർത്ഥി. നമ്മൾ പിന്നിലിരിക്കുന്ന ഈ ആൾക്കാർ മുഴുവൻ സ്ഥാനാർത്ഥികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, നമുക്ക് ഗംഭീരമായിട്ട് വിജയം നേടാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് ഇതാവട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ പറ്റിയൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ട് പറയട്ടെ. ഏകദേശം 500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. UDF ചെയർമാൻ KT ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രകാശനം നടന്നു. M മൊയ്നു മാസ്റ്റർ, കുന്നത്ത് മുഹമ്മദ്, P രാധാകൃഷ്ണൻ മാസ്റ്റർ, മാത്യു വർഗീസ്, കളത്തിൽ ഹാരിസ് K, P സഈദ ടീച്ചർ, അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, അഡ്വക്കേറ്റ് അജീത്, അമീർ പാത്താരി, VP മാനു മാസ്റ്റർ, സൈദലവി അരിപ്ര, ഖാദർ അങ്ങാടിപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. UDF അധികാരത്തിലെത്തിയാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രധാന പരിഗണന നൽകുന്നത് കഴിഞ്ഞ വൈസ് പ്രസിഡന്റായ ഷബീർ കറുമുക്കിൽ ഇത്തവണ 3ാം വാർഡായ തിരൂർക്കാട് ടൗണിലാണ് മത്സരിക്കുന്നത്. ഇത്തവണയും അങ്ങാടിപ്പുറം പഞ്ചായത്ത് UDF ഭരണത്തിൽ വരുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെന്ന് സ്ഥാനാർത്ഥികൾ പറഞ്ഞു.